നമ്മളെ കേരളത്തിലെ മഴക്കുറവ് തമിഴ്നാട്ടിനെയും ബാധിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം എത്താത്തതിനാൽ തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകുകയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം സംഭരിക്കുന്ന വൈഗാ ഡാമിലെ ജലനിരപ്പ് 68 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. കൃഷി ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നതും ഇപ്പോൾ നിർത്തി. തമിഴ്നാട്ടിലെ കാർഷിക ഉൽപ്പാദനം കുറഞ്ഞാൽ ഓണത്തിന് പച്ചക്കറി വില വർദ്ധിക്കും. രാഹുൽ സുരേഷ് ഇപ്പോൾ വൈഗാ ഡാമിൽ നിന്നുണ്ട്. കർഷകരെയൊക്കെ കണ്ടിട്ടുണ്ട് രാഹുൽ അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു പ്രേക്ഷകർ മെസ്സേജ് അയച്ചിരിക്കുന്നു. രാഹുൽ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചു എന്നോ പെണ്ണ് കാണാൻ പോയി എന്നൊക്കെ ഒരു പ്രേക്ഷകർ കമന്റ് ഇട്ടിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെ വല്ല കാര്യങ്ങൾ സംഭവിച്ചു? അപകടകരമായൊരു നീക്കം നടന്നോ? അരുൺ, അങ്ങനെ ഒടുവിൽ അതിന് തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. പെണ്ണ് കാണലും ചെറുക്കം കാണലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും നമുക്ക് അത് കാര്യമായി തന്നെ അറിയിക്കാം അരുൺ. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമ്മൾ തമിഴ്നാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ കർഷകരുമായി സംസാരിക്കുമ്പം കുറച്ച് ആശങ്കയിലാണോ അവർ? മഴ പെയ്യാത്തതും വെള്ളം കിട്ടാത്തതും വലിയ ആശങ്കയിലാണ് അരുൺ. കാരണം കേരളത്തിൽ മഴ പെയ്താൽ മാത്രമാണ് തമിഴ്നാട്ടിലെ കൃഷി നന്നായി മുന്നോട്ട് പോകുകയുള്ളൂ. തമിഴ്നാട്ടിൽ കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് സാപ്പിടാൻ വെള്ളം കിട്ടുകയുള്ളൂ. ഈ 5 ജില്ലകളിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളുള്ളത് തേനി ജില്ലയിലെ വൈഗാ ഡാമിലാണുള്ളത്. 71 അടി ജലനിരപ്പ് ഉള്ള ഒരു ഡാമാണ്. പക്ഷേ ഇതിപ്പോൾ വറ്റി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 21 അടി മാത്രമാണ് ഈ ജലനിരപ്പ് ഈ ഡാമിലുള്ളത്. ഈ ഡാമിന്റെ പ്രത്യേകത എന്തെന്നാൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ ഡാമിലേക്കാണ് വെള്ളം കൊണ്ടുവന്ന് സംഭരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ തേനി, മധുര ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലേക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോകുന്നത്. ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതിനാൽ നിലവിൽ ഈ കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. നിലവിൽ ഈ തേനി, മധുര ഉൾപ്പെടെയുള്ള കമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കുടിവെള്ളത്തിനുള്ള ജലം മാത്രമാണ് ഈ വൈഗാ ഡാമിൽ നിന്നും തുറന്നു വിടുന്നുള്ളൂ എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് നിറഞ്ഞു കിടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2-ാം തീയതി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇതിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയ അതേ ഡാമിലാണ് ഒരു വർഷത്തിന് ശേഷം നമ്മൾ നിൽക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിലിപ്പോൾ വരും മാസങ്ങളിൽ കേരളത്തെ ബാധിക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ കൃഷി കാര്യമായി തന്നെ കുറഞ്ഞതുകൊണ്ട് വരും ദിവസങ്ങളിൽ പച്ചക്കറി വില കാര്യമായി തന്നെ ഉയരും. ഓണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ മഴ പെയ്താൽ, അത് കേരളത്തിൽ മഴ പെയ്താൽ മാത്രമാണ് വൈഗാ ഡാമിലേക്ക് വെള്ളം എത്തുകയുള്ളൂ. ദാ കാണുന്ന മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ കാണുന്ന മലനിരകളാണ് കേരള ബോർഡർ. ആ മലഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള മേഖലകളിൽ മഴ പെയ്ത് നീരുറവയായി തമിഴ്നാട്ടിലേക്ക് ഇറങ്ങണം. അതുകൂടാതെ മുല്ലപ്പെരിയാറിൽ നിന്ന് സ്പിൽവേ ഷട്ടറുകൾ വഴി ഇവിടേക്ക് വെള്ളം എത്തിയാൽ മാത്രമാണ് കൃത്യമായി കൃഷി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. നിലം ഉൾപ്പെടെ ഉഴുതിട്ടിരിക്കുകയാണ്. വെള്ളം വന്നാൽ മാത്രമാണ് 1-ാം ഘട്ട കൃഷി ആരംഭിക്കാനാകൂ എന്നാണ് കർഷകർ പറയുന്നത്. എന്തായാലും കേരളത്തിൽ മഴ പെയ്തില്ലെങ്കിൽ മലയാളികൾ വരും ദിവസങ്ങളിൽ പച്ചക്കറികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ മഴ പെയ്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റൂല. തമിഴ്നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മലയാളിക്ക് ഉണ്ണാനും പറ്റൂല എന്നുള്ളതാണ്. കേരളത്തിൽ മഴ പെയ്തില്ലെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് പ്രശ്നം, തമിഴ്നാട്ടുകാർക്ക് പ്രശ്നം എന്നാൽ നമുക്കും പ്രശ്നം. ഇതാണ് അവസ്ഥ.